ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെറുപയർ പാൽക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈസിയാണ് ഉണ്ടാക്കാൻ, എന്നാൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് അപ്പത്തിൻ്റെയും ചപ്പാത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെറുപയർ കറിയാണ്. ഒരുപാട് ചേരുവകളൊന്നും ഇല്ലാതെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ചെറുപയർ പാൽക്കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ 3/4 കപ്പ് ചെറുപയർ നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് കുതിർത്താത്ത ചെറുപയറാണ്. കുതിർത്തിയ ചെറുപയറാണെങ്കിലും നമുക്ക് ഇതിനായിട്ട് എടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സവാളയുടെ 1/4 ഭാഗം മാത്രം കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. എരിവിനായിട്ടുള്ള പച്ചമുളക് ചേർക്കാം. ഞാനിപ്പോൾ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. 2 3 എണ്ണം ചേർക്കാം. 2 തണ്ട് കറിവേപ്പില സമയത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ചെറുപയർ വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചെറുപയർ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിൽ വേവിച്ചാൽ മതി. മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിൽ വേവിച്ചാൽ മതി. ചെറുപയർ ഒരുപാട് വെന്ത് ഉടഞ്ഞു പോവരുത്, ആ രീതിയിൽ വേവിക്കണം. എന്നാൽ നന്നായിട്ട് വേവാൻ വേണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് വേവിച്ചെടുക്കുക. ഇതിപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 1 കപ്പാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഈ ചെറുപയർ പാൽക്കറി അത്ര തിക്കായിട്ടല്ല ഉണ്ടാവുക, കുറച്ച് ലൂസായിട്ടാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ കുതിർത്താതെ ചെറുപയർ വെച്ചിട്ട് ഈ കറി ഉണ്ടാക്കിയത്. കുതിർത്തിയ ചെറുപയറാകുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് തിക്കായിട്ട് കുറുകി വരും കറി. കുതിർത്താതെ ചെറുപയറാകുമ്പോൾ അത്ര പെട്ടെന്ന് അങ്ങോട്ട് കുറുകി വരില്ല. തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഒരുപാട് സമയം തിളപ്പിക്കരുത്. ചെറുതായിട്ടും തിള വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടുമ്പോൾ കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് കറി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് സമയം പിന്നെ തിളപ്പിക്കരുത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് രാവിലെ അപ്പത്തിൻ്റെ കൂടെ ആയാലും അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ ആയാലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണിത്. തേങ്ങാപ്പാൽ എടുക്കുക എന്നുള്ളതാണ് കുറച്ചൊരു പണിയായിട്ട് തോന്നുന്ന കാര്യം, അത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനാണ്. അപ്പോൾ അപ്പത്തിൻ്റെയും ചപ്പാത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെ ഒക്കെ കൂടെ അടിപൊളിയാണ്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.